സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇറാന്റെ മുൻ വിദേശകാര്യമന്ത്രി, ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പെഷേസ്കിയാന്റെ ക്ലോസ് അസോസിയേറ്റ് എന്നുകൂടി അറിയപ്പെടുന്ന ജാവേദ് സൈഫ് ഇന്ന് ഗാർഡിയൻ ന്യൂസ് പേപ്പറിൽ വളരെ വിശദമായ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനത്തിൽ അദ്ദേഹം പ്രപ്പോസ് ചെയ്യുന്നത് ഒരു റീജിയണൽ ന്യൂക്ലിയർ പാക്റ്റിനെ കുറിച്ചാണ്. ഇത് നേരത്തെ തന്നെ അമേരിക്ക പ്രപ്പോസ് ചെയ്തിരുന്നതാണ്, ഒരു റീജിയൻ ന്യൂക്ലിയർ പാക്ട്, ഒരു കൺസോർഷ്യം. അവിടെയുള്ള അറബ് രാജ്യങ്ങളും ഇറാനും ചേർന്ന് ന്യൂക്ലിയർ ഫ്യൂവൽസ് ഒന്നിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു ന്യൂക്ലിയർ പാക്ടിനെ കുറിച്ച് അമേരിക്ക നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ഇദ്ദേഹം അത് കുറച്ചുകൂടി വിശദമാക്കിക്കൊണ്ട് അത് അറബ് നേഷൻസ് എന്ന് പറയുമ്പോൾ എൻ്റയർ അറബ് നേഷൻസ് എന്ന് പറയുമ്പം നോർത്ത് ആഫ്രിക്കയിൽ വരുന്ന രാജ്യങ്ങൾ കൂടി, നോർത്ത് ആഫ്രിക്കയിലെ രാജ്യങ്ങളൊക്കെ അറബ് നേഷൻസിന്റെ കൂട്ടത്തിൽ വരുന്ന രാജ്യങ്ങൾ തന്നെയാണ്. ആ രാജ്യങ്ങളും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ന്യൂക്ലിയർ പാക്റ്റിനെ കുറിച്ചാണ് ഇദ്ദേഹം ഈ ലേഖനത്തിൽ വിശദീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് പീസ് പർപ്പസിനുള്ള ന്യൂക്ലിയർ ഊർജത്തിന്റെ വിനിയോഗം, ന്യൂക്ലിയർ ഫ്യൂവലിന്റെ കൈമാറ്റം, ഇതെല്ലാം പൂർണ്ണമായും സുതാര്യമാക്കിക്കൊണ്ട്, ഈ രാജ്യങ്ങൾക്കിടയിൽ പൂർണ്ണമായും സുതാര്യമാക്കിക്കൊണ്ട് ഈ രാജ്യങ്ങൾ ഒന്നിച്ച് ഈ ന്യൂക്ലിയർ ഫ്യൂവൽ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇവിടെ മെഡിസിനൽ യൂസിനായിക്കൊള്ളട്ടെ, എനർജി പ്രൊഡക്ഷന്റെ യൂസിനായിക്കൊള്ളട്ടെ, അഗ്രികൾച്ചറൽ യൂസിനായിക്കൊള്ളട്ടെ, സയന്റിഫിക് റിസർച്ചിന്റെ യൂസിനായി, ഈ മേഖലകളിലൊക്കെ ന്യൂക്ലിയർ എനർജി ആവശ്യമുണ്ട്. വളരെ വ്യാപകമായി മറ്റു രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങളും വികസ്വര രാജ്യങ്ങളും ഒക്കെ ന്യൂക്ലിയർ എനർജി ഈ മേഖലകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിക്കുവാനുള്ള ഒരു അവസരം ഈ രാജ്യങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. കൂടാതെ ന്യൂക്ലിയർ എനർജിയുടെ കാര്യത്തിൽ വളരെ മുന്നോട്ട് പോയ, ഗവേഷണ കാര്യങ്ങളൊക്കെ വളരെ മുന്നോട്ട് പോയ നിരവധി രാജ്യങ്ങൾ ലോകത്തിലുണ്ട്. അവരുടെ ഭാഗത്തുനിന്നുള്ള ടെക്നോളജിക്കൽ അഡ്വൈസുകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് വളരെ സുതാര്യമായ രീതിയിൽ യുറേനിയം ഫ്യൂവലും മറ്റ് ന്യൂക്ലിയർ ഫ്യൂവൽസും കൈകാര്യം ചെയ്യുന്ന ഒരു ന്യൂക്ലിയർ പാക്റ്റിനെ കുറിച്ചാണ് ഇദ്ദേഹം ഈ ലേഖനത്തിൽ വളരെ വിശദമായി പറയുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയർ എനർജി പൂർണ്ണമായും സിവിൽ യൂസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയും വെപ്പൺ ആവശ്യത്തിന് വേണ്ടി ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇദ്ദേഹം ഇവിടെ വിശദീകരിക്കുന്നത്. ഇങ്ങനൊരു സാഹചര്യം നിലവിൽ വന്നാൽ ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നിലവിലുള്ള മുഴുവൻ ടെൻഷനുകൾക്കും ഉത്തരമായി തീരും. കാരണം ഈ ത്രീ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഈ മൂന്ന് രാജ്യങ്ങൾ യൂറോപ്പിലെ ലീഡിംഗ് ആയിട്ടുള്ള നേഷൻസ് ആണ്. ഈ രാജ്യങ്ങൾ ഈ ഒരു പ്രപ്പോസൽ ഇറാന്റെ മുൻപിൽ നേരത്തെ വെച്ചിരുന്നതാണ്. അപ്പം അവരുടെ പ്രപ്പോസൽ തന്നെയാണ് വാസ്തവത്തിൽ ഇദ്ദേഹത്തിലൂടെ പുറത്തു വരുന്നത്. ഇതേ പ്രപ്പോസൽ തന്നെ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ ഭാഗത്തു നിന്ന് മുൻപേ ഉണ്ടായിട്ടുണ്ട്. ആ പ്രപ്പോസൽ തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൽ നിന്ന് വരുന്നത്. US ഇതിന്റെ ഒരു ചെറിയ ഫോം നേരത്തെ പ്രപ്പോസ് ചെയ്തതാണ്. അതിനെ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത രീതിയിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൽ നിന്ന് പ്രപ്പോസൽ വരുന്നത്. ഇനി ഈ പ്രപ്പോസല് പെഷേസ്കിയാനുമായി ഉള്ള ആലോചനയുടെ ഭാഗമായി പുറത്തു വരുന്നതാണോ? മതനേതൃത്വത്തിന് ഇതിനോടുള്ള നിലപാട് എന്താണ്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊന്നും ഇതിനകത്ത് പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇറാനിലെ വാസ്തവത്തിൽ ഇത്രയും ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു പ്രപ്പോസൽ പുറത്തു വരുന്നത് ആദ്യമായിട്ടാണ്. ഇദ്ദേഹത്തിന്റെ പെഷേസ്കിയാനുമായിട്ടുള്ള ലിങ്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഇറാനിലുള്ള സിവിൽ ഭരണകൂടം, മതഭരണകൂടത്തിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുകയും ഈ ഇറാനിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ പ്രശ്നത്തിന്, ടെൻഷന് എങ്ങനെയെങ്കിലും പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. മിനിഞ്ഞാന്ന് റഷ്യ പറഞ്ഞിരുന്നു ഇസ്രയേലും ഇറാനും തമ്മിൽ ഒരു വാറിന്റെ വക്കിലാണ് നിൽക്കുന്നത് എന്ന് മിനിഞ്ഞാന്ന് റഷ്യ പറഞ്ഞിരുന്നു. മിനിഞ്ഞാന്ന് തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നെതന്യാഹുവും തമ്മിൽ ചർച്ച നടന്നത്. അതിനുശേഷമാണ് റഷ്യയുടെ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്ററാണ് പറഞ്ഞത് ഇസ്രയേലും ഇറാനും തമ്മിൽ ഏത് നിമിഷവും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുവെന്ന്. അപ്പൊ അദ്ദേഹം ആ ചർച്ചയിൽ നിന്നെടുത്ത കൺക്ലൂഷനിൽ നിന്നാണോ അത് പറഞ്ഞത്, അതോ മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നാണോ അത് പറഞ്ഞത്? കാരണം എല്ലാ രാജ്യങ്ങളും, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ കൂടി ഇസ്രായേലിനെ പ്രഷറൈസ് ചെയ്യുകയാണ്. പാലസ്തീന് സ്റ്റേറ്റ്ഹുഡ് കൊടുക്കണം, അത് അംഗീകരിക്കണം, ഇല്ലെങ്കിൽ ഗാസയിൽ യുദ്ധം നിർത്തണം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഗാസയിൽ നിന്ന് മറ്റു രാജ്യങ്ങളെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് ഇസ്രായേൽ തിരിഞ്ഞേക്കാമെന്നാണ് ഒരുപക്ഷെ റഷ്യ ഉദ്ദേശിച്ചത് എന്നാണ് തോന്നുന്നത്. രണ്ടാമത്തെ വിഷയം, ഇറാന്റെ ഉള്ളിൽ നിരവധിയായിട്ടുള്ള സ്ഫോടനങ്ങൾ നടക്കുന്നു, ഇറാന്റെ ബോർഡറിൽ ഇൻഫിൽട്രേഷനുള്ള സാധ്യത നടക്കുന്നു. ഇതൊക്കെ മൊസാദ് ഓർഗനൈസ് ചെയ്യുന്നതാണെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ഇറാൻ സൂചിപ്പിക്കുന്നു. ഡയറക്റ്റ് ആയിട്ട് ഒരിടത്തും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിൽ വിദേശകാര്യങ്ങൾ ഉണ്ടെന്നും അതിനകത്ത് ഇസ്രായേൽ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നും ഇൻഡയറക്റ്റ് ആയിട്ട് സൂചിപ്പിക്കുന്നു. അപ്പം ഈ വല്ലാതെ സഹിക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ
ഇസ്രായേലിനെ ഇങ്ങോട്ട് ആക്രമിച്ചേക്കാം. ഈ രണ്ട് സാധ്യതകൾ മുൻപിൽ കണ്ടുകൊണ്ടാണ് ഈ റഷ്യയുടെ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയതെന്ന് വിചാരിക്കുന്നു. അതിനിടയിലൂടെയാണ് ഈ ലേഖനം വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇറാൻ സമാധാനത്തിന്റെ പാതയിലേക്ക് അല്ലെങ്കിൽ റിയാലിറ്റിയുടെ നടപ്പിലാക്കാൻ സാധ്യതയുള്ള ഒരു പദ്ധതിയുടെ പാതയിലേക്ക് വരുന്നു എന്ന് വേണം വിചാരിക്കാൻ. ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് കൊണ്ടോ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നുണ്ടോ ഈ പ്രശ്നത്തിന് പരിഹാരമാവില്ല. കാരണം നിരന്തരമായിട്ട് യുദ്ധങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ സാധിക്കുകയില്ല. യുദ്ധം ഒന്നിനും സൊല്യൂഷനും ഉണ്ടാക്കില്ല. സമാധാനപരമായി ചർച്ച ചെയ്ത് മാത്രമേ ഓൾട്ടർനേറ്റീവ്സ് കണ്ടെത്താനാവൂ. എല്ലാവർക്കും എക്സിസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇറാൻ എക്സിസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, ഇസ്രായേലിന് എക്സിസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങൾക്കും എക്സിസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ശ്രദ്ധേയമായ കാര്യം ഇറാന്റെ ന്യൂക്ലിയർ ആയുധത്തോടുള്ള ഇറാന്റെ പ്രണയം, ഇറാന്റെ ഇഷ്ടം ഇസ്രായേലിനെ മാത്രമല്ല ഭയപ്പെടുന്നത്. ഇസ്രായേലിനെ ഭയപ്പെടുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയായി അത് സൗദി അറേബ്യയെ ഭയപ്പെടുത്തുന്നുണ്ട്, മറ്റ് അറബ് രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്. നാളെ ഇസ്രായേലിന് നേരെ ഒരു ന്യൂക്ലിയർ ആയുധം പ്രയോഗിക്കാൻ ഇറാൻ ധൈര്യപ്പെടുകയൊന്നുമില്ല. ചെയ്തു കഴിഞ്ഞാൽ ഇറാൻ ബാക്കി ഉണ്ടാവില്ല എന്നുള്ളത് ഇറാന് 100 വട്ടം ഉറപ്പുണ്ട്. നേരെ മറിച്ച് സൗദി അറേബ്യയെ ആക്രമിച്ചാലോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു അറബ് രാജ്യത്തെ ആക്രമിച്ചാലോ? അപ്പൊ അവരാണ് കൂടുതൽ ഭയപ്പെട്ട് നിൽക്കുന്നത്. ഇറാന്റെ ഒരു ആക്രമണത്തെ ചെറുക്കാനുള്ള ശേഷി അവർക്കില്ല എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഇറാൻ ഇങ്ങോട്ട് കയറി അടിച്ചാൽ അതേ ശക്തിയിൽ തിരിച്ചടിക്കാനുള്ള ശേഷി ഈ രാജ്യങ്ങൾക്കൊന്നുമില്ല. അപ്പൊ വാസ്തവത്തിലെ ന്യൂക്ലിയർ വെപ്പൺ ഇറാൻ അക്വയർ ചെയ്യുമ്പം കൂടുതൽ ഭയപ്പെടുന്നത് അറബ് രാജ്യങ്ങളാണ്, ഇസ്രായേൽ അല്ല കൂടുതൽ ഭയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു പ്രപ്പോസൽ, അതായത് അറബ് രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് പീസ് പർപ്പസിനുള്ള കമ്പൈൻഡ് റിസർച്ച്, കമ്പൈൻഡ് ന്യൂക്ലിയർ ഫ്യൂവൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് നിശ്ചയമായും ആ രാജ്യങ്ങൾക്കൊക്കെ ഒരു സമാധാനം നൽകുന്ന ഒരു സംഗതിയാണ്. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധേയമായ കാര്യം, ഇതിനകത്ത് നടപ്പിലാവാൻ സാധ്യതയില്ലാത്തൊരു വിഷയം ഇസ്രായേലിനെ ഇതിൽ ചേർക്കുക എന്നുള്ളതാണ്. ഇസ്രായേൽ ഇത്തരം കാര്യങ്ങൾക്കൊന്നും ചേരുകയില്ല എന്ന് മാത്രമല്ല, അവരുടെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. അവർ ആ ന്യൂക്ലിയർ വെപ്പൺസ് ഒരു കാരണവശാലും ഉപേക്ഷിക്കില്ല. അപ്പം അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ന്യൂക്ലിയർ കൺസോർഷ്യത്തെ കുറിച്ചാണ്, റീജിയണൽ ന്യൂക്ലിയർ പാക്റ്റിനെ കുറിച്ചാണ് ഇറാൻ സംസാരിക്കുന്നതെങ്കിൽ നിശ്ചയമായും ഇത് നടക്കില്ല. കാരണം ഇസ്രായേൽ ഒരു കാരണവശാലും അവരുടെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി, ന്യൂക്ലിയർ വെപ്പൺ കേപ്പബിലിറ്റി അവർ വേണ്ടെന്ന് വെക്കില്ല. കാരണം അവർ ഒരു കാരണവശാലും അറബ് രാജ്യങ്ങളെയോ ഇറാനെയോ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയില്ല. അവർക്ക് ആ ഒരു ന്യൂക്ലിയർ ഡിറ്ററൻസ് എന്ന് പറയുന്ന സാധനം അവർക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു റീജിയണൽ ന്യൂക്ലിയർ പാക്ട് എന്ന് പറയുന്നത് അപ്രായോഗികമാണ് എന്നുള്ളത് ആർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രപ്പോസലില് ജാവേദ് സൈഫ് അങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചിട്ടില്ല എന്നത് തന്നെ ഇതിന്റെ പ്രായോഗികത കൂടുതലായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പൊ അത് ഒരു പ്രായോഗിക വശത്തേക്കുള്ള ഇറാന്റെ ഒരു സ്റ്റെപ്പായിട്ട് വേണം കാണാൻ. അതിനിടയിലൂടെ ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ അമേരിക്കയെ വളരെ നിശിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് 25% താരിഫ് ഏർപ്പെടുത്തി എന്നതിനെ സംബന്ധിച്ച് ഇറാന്റെ ഫോറിൻ മിനിസ്ട്രിയും ഇറാനോടും ഇന്ത്യയോടും അമേരിക്ക ഭയങ്കര രൂക്ഷമായിട്ട് പെരുമാറുന്നു, ഭയങ്കര അനീതി കാട്ടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരും പ്രതികരിച്ചിട്ടുണ്ട്. അപ്പൊ അവർ ഇറാനെയും ഇന്ത്യയെയും ഏകദേശം അമേരിക്കയുടെ മുൻപ് ഒരുപോലൊരു അവസ്ഥയിലാണ് എന്ന് കൂട്ടിക്കെട്ടി പ്രൊജക്റ്റ് ചെയ്യുവാനാണ് ഒരു ശ്രമം നടത്തുന്നത്. ഇറാനും ഇന്ത്യയും ഒരു കാരണവശാലും അമേരിക്കയുടെ മുൻപിൽ ഒരുപോലെയല്ല. 25% താരിഫ് ഏർപ്പെടുത്തിയോണ്ടൊന്നും ഇന്ത്യക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഇന്ത്യക്ക് 25% താരിഫ് അമേരിക്ക ഏർപ്പെടുത്തുന്നത്, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ട്രംപ് ഏർപ്പെടുത്തുന്നത് നമ്മൾ ഇറാന്റെ കയ്യിൽ നിന്നും റഷ്യയുടെ കയ്യിൽ നിന്നും ഓയിൽ വാങ്ങുന്നത് കൊണ്ടാണ്. ഈ അമേരിക്ക ഏർപ്പെടുന്ന 25% താരിഫിൽ നമുക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തെക്കാൾ എത്രയോ അധികം ലാഭം വില കുറച്ച് ഓയിൽ വാങ്ങുന്നത് കൊണ്ട്, റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് കൊണ്ട്, ഇറാനിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം ഈ 25% താരിഫ് ഏർപ്പെടുത്തിയാലും ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്നോ ഇറാന്റെ കയ്യിൽ നിന്നോ ഓയിൽ വാങ്ങുന്നത് വേണ്ടെന്ന് വെക്കും എന്ന് ചിന്തിക്കാൻ യാതൊരു സാധ്യതയില്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഓയിൽ റിക്വയർമെന്റ് അത്രയും വലുതാണ്. നമുക്ക് ഓയിൽ പ്രൊഡക്ഷൻ ഇല്ല. നേരെ മറിച്ച് അമേരിക്കയെ സംബന്ധിച്ച് അവർക്ക് സ്വന്തമായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ട്. അവർക്ക് ഇവിടെ നിന്നും ആരോടും വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ധൈര്യത്തിലാണ് അവർ ഗൾഫ് വന്ന് കിടന്ന് യുദ്ധം കളിക്കുന്നത്. കാരണം ആർക്കും അവരുടെ മേലെ ഒരു ഓയിൽ എംബാർഗോ ഏർപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നേരെ മറിച്ച് നമുക്ക് ഓയിൽ ധാരാളം ആവശ്യമുണ്ട്. അപ്പൊ ധാരാളം ഓയിൽ ആവശ്യമുള്ളത് നമ്മൾ ചീപ്പ് ഓയിൽ വാങ്ങുന്നു. അത് ഇറാന്റെയും റഷ്യയുടെയും ഇക്കോണമി ചത്തുപോകാതെ സൂക്ഷിക്കുന്നു. ഇപ്പം ഇറാന്റെയും റഷ്യയുടെയും ഇക്കോണമി ചത്തുപോവേണ്ടത് ഉക്രൈൻ വാറിൽ നിയന്ത്രണം ലഭിക്കുവാനും ഇസ്രായേൽ ഇറാൻ പ്രശ്നം നിയന്ത്രണം ലഭിക്കുവാനും അമേരിക്കയെ സംബന്ധിച്ച് ആവശ്യമാണ്. അത് അവരുടെ റിക്വയർമെന്റ് ആണ്. നമ്മുടെ റിക്വയർമെന്റ് നമ്മളുടെ എക്കോണമി സസ്റ്റെയിൻ ചെയ്യത്തക്ക രീതിയിൽ ഓയിൽ കിട്ടുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അപ്പൊ ഓരോരുത്തർക്കും അവരവരുടെ ആവശ്യങ്ങളാണ്. അമേരിക്ക പറയുന്നത് കേട്ട് ജീവിക്കേണ്ട ഗതികേട് ഇന്ന് ഇന്ത്യക്കില്ല.
അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മുകളിൽ ഈ 25% താരിഫ് പ്രഖ്യാപിച്ചതുകൊണ്ട് ഇന്ത്യൻ ഇക്കോണമി അത് ബാധിക്കാതെ പോകുന്നില്ല എന്നാണ് എല്ലാ എക്സ്പെർട്ടുകളും പറയുന്നത്. കൂടാതെ ഇന്ത്യയുമായുള്ള അമേരിക്കയുടെ ബന്ധം, ഇന്ത്യക്ക് എത്രത്തോളം അമേരിക്ക ആവശ്യമുണ്ടോ അതിനേക്കാൾ കൂടുതൽ അമേരിക്കയ്ക്ക് ഇന്ത്യ ആവശ്യമുണ്ട്. കാരണം അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രു ആയിട്ടുള്ള ചൈന ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ്. ഇന്ത്യക്ക് എപ്പോൾ വേണമെങ്കിലും ചൈനയുമായിട്ടുള്ള ബന്ധം നോർമലൈസ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. ചൈന അത് അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന സംഗതിയാണ്. നേരെ മറിച്ച് ഇന്ത്യ ചൈനയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധത്തിൽ ഏർപ്പെടുന്നത് അമേരിക്കയെ സംബന്ധിച്ച് തീർത്തും സഹിക്കാനാവാത്ത സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക വളരെ വിജിലന്റായി മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുകയുള്ളൂ. എപ്പോഴൊക്കെ അമേരിക്ക ഇന്ത്യയുടെ നേരെ കണ്ണുരുട്ടിയിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മുടെ വിദേശകാര്യ വകുപ്പ് ചൈനയുമായിട്ടുള്ള ബന്ധങ്ങൾ നോർമലൈസ് ചെയ്യുന്ന രീതിയിലുള്ള ലക്ഷണങ്ങൾ കാട്ടാറുണ്ട്. കൂടാതെ അമേരിക്ക ഈ പ്രദേശത്ത് ഒരു സുഹൃത്തായി കണ്ടിട്ടുള്ളത് പാകിസ്ഥാനെയാണ്. പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ നമ്പാൻ പറ്റുമോ? പാകിസ്ഥാൻ ജനതയുടെ കണ്ണിലെ ഏറ്റവും വലിയ ശത്രുവാണ്, അല്ലെങ്കിൽ പിശാചാണ് അമേരിക്ക എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ അമേരിക്ക എന്ന് പറയുന്നത് പാകിസ്ഥാൻ ജനതയുടെ ശത്രുവാണ്. പാകിസ്ഥാനിൽ അധികാരത്തിൽ വരുന്ന ആളുകൾ, അത് പട്ടാളമായിക്കൊള്ളട്ടെ ഇലക്ടഡ് ഗവൺമെന്റ്, അഴിമതിയുടെ കൂടാരമാണ്. അപ്പൊ അവരുടെ അഴിമതിയുടെ കൂടാരമായതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് കൈക്കൂലി സ്വീകരിച്ചുകൊണ്ട്, ബ്രൈബ് സ്വീകരിച്ചുകൊണ്ട് അവർ അമേരിക്കയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. അതിന്റെ അർത്ഥം പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ സൈഡ് രാജ്യമാണെന്നല്ല. പാകിസ്ഥാൻ എന്നുള്ളത് ഏതൊരു ഇസ്ലാമിക് നേഷനും പോലെ അമേരിക്കയുടെ ഉള്ളിൽ ശത്രുത പുലർത്തുന്ന രാജ്യമാണ്. ഇറാൻ പോലെയോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ പോലെയോ ഒക്കെ തന്നെ അമേരിക്കയുടെ ഉള്ളിൽ ശത്രുത പുലർത്തുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഇത് അമേരിക്കയ്ക്ക് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് ഇവിടെ അമേരിക്കയ്ക്ക് നമ്മളെ ആവശ്യമുള്ളതിനേക്കാളേറെ നമ്മളെ കൊണ്ട് അമേരിക്കയുടെ ആവശ്യം. ഏറ്റവും പ്രധാനമായി 150ഓളം കോടി മനുഷ്യർ അധിവസിക്കുന്ന ഈ രാജ്യത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ഒരു കാരണവശാലും വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. കാരണം അവരവിടെ ഉണ്ടാക്കി കൂട്ടുന്ന സാധനങ്ങൾ വിറ്റഴിക്കാൻ അവർക്കൊരു മാർക്കറ്റ് ആവശ്യമുണ്ട്. ആ മാർക്കറ്റ്, ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ഉള്ളത് ഇന്ത്യയിലാണ്. ആ മാർക്കറ്റ് ഉപേക്ഷിക്കാൻ ഒരു കാരണവശാലും അമേരിക്ക തയ്യാറാവില്ല. അപ്പൊ അതുകൊണ്ട് ഇറാനും ഇന്ത്യയും ഒരുപോലെയാണ് എന്നൊക്കെ ഇറാൻ പറയുന്നത് ഇറാന്റെ വളരെ വൈൽഡ് ആയിട്ടുള്ള ഒരു ഡ്രീം മാത്രമാണ്. ഇറാനും ഇന്ത്യയും ഒരുപോലെയല്ല, ഒരുപാട് വ്യത്യാസമുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചും അത് ഒരുപാട് വ്യത്യാസമുണ്ട്.